സർ, ആസാം പോലീസ് കേരളത്തിൽ നിന്നൊരു വലിയ ഭീകരനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത വന്നിട്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. എന്താണ് ആ ഭീകരൻ ചെയ്ത തെറ്റ്? എന്തിനാണ് ആസാം പോലീസ് ഇവിടെ വന്ന് ആ ഭീകരനെ കൊണ്ടുപോയത്? അത്ര നിസ്സാര സംഭവമല്ല. നമ്മളൊരു വലിയ പോലീസ് ആക്ഷനൊക്കെ വരുമ്പോൾ അതിന് ഓപ്പറേഷൻ എന്ന് പേരിട്ടാണ് നടത്താറുള്ളത്, അല്ലേ? ഈ സംഭവത്തിൻ്റെ പേര് ആസാം പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒരു പേരിട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ പ്രഹത്. ഓപ്പറേഷൻ പ്രഹത് എന്ന പേരിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ വഴി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ച് പാർത്ഥസാരഥി മഹന്ത എന്ന് പറയുന്ന IPS ഓഫീസർ നയിക്കുന്ന ഒരു ഓപ്പറേഷൻ ടീം, അവർ കേരളം, ആസാം, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ഓപ്പറേഷൻ പ്രഹത് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ നോക്കണം, ഒരു വലിയ നമ്മൾ ഓപ്പറേഷൻ എന്നൊക്കെ പേരിട്ട് നടന്ന വലിയ സംഭവമായതുകൊണ്ട്, ഗുരുതരമായ സംഭവമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം നടത്തി. കാസർഗോഡ് ജില്ലയിലെ പടന്ന, കാഞ്ഞങ്ങാടിനടുത്തുള്ള പടന്ന എന്ന് പറയുന്ന സ്ഥലം. പടന്ന വളരെ കുപ്രസിദ്ധമാണ്. പടന്ന ഒരുപാട് നല്ല മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. കുപ്രസിദ്ധമായത് അവിടെ നിന്ന് ചില ആളുകളാണ് IS ചേരാൻ പോയത്. ആ സ്ഥലമാണ് പടന്ന. അവിടെ നിന്ന് ഒരാളെ പിടിച്ച ആളുടെ പേര് ഷാപ്പ് ഷെയ്ഖ് എന്നാണ്. ഷാപ്പ് ഷെയ്ഖ് എന്ന് പറഞ്ഞ ആളെ പിടിച്ചുകൊണ്ട് പോയി. അയാൾ അവിടെ 1 മാസമായിട്ട് അവിടെ താമസിക്കുകയാണ്. അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന ഭാവത്തിൽ താമസിക്കുന്നു. ഒരു ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്, അവിടെ താമസിക്കുന്ന ഇയാളെ എന്തിനു പിടിച്ചുകൊണ്ട് പോയി എന്ന് ആലോചിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ ഓപ്പറേഷൻ പ്രഹത് എന്ന് പറയുന്ന ഈ പരിപാടി ആസാം പോലീസ് നടത്താൻ കാരണം അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയാണ്, ABT, അൻസറുള്ള ബംഗ്ലാ ടീം. ഇതിൻ്റെ അൻസറുള്ള ബംഗ്ലാ ടീമിനെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല. ABT എന്ന് പറയുന്നത് അൽ ഖ്വയ്ദയുടെ ഇന്ത്യയിലെ ബ്രാഞ്ചാണ്. അതിൽപ്പെട്ടൊരു ഭീകരനാണ് നമ്മുടെ കാസർഗോഡ്, നമ്മുടെ കേരളത്തിൽ. അയാളുടെ പേര് പറഞ്ഞല്ലോ, ഷാപ്പ് ഷെയ്ഖ്. സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. അതിൽ ബാക്കിയുള്ള 7 പേരെ പിടിച്ചു. 7 പേരിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് മിനറുൽ ഷെയ്ഖ്, അബ്ബാസ് അലി. ഇനി ആസാമിൽ നിന്ന് പിടിച്ച നൂർ ഇസ്ലാം മണ്ഡൽ, അബ്ദുൽ കരീം മണ്ഡൽ, മോജിബൂർ റഹ്മാൻ, ഹമിബുൽ ഇസ്ലാം, എനാമുൽ ഹക്ക്. ഇത്രയും പേരെ പിടിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് ഈ കാസർഗോഡ് നിന്ന് പിടിച്ച ഷാപ്പ് ഷെയ്ഖിൻ്റെ ഉൾപ്പെടെ ഒരുപാട് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ രേഖകൾ കിട്ടി, മൊബൈൽ ഫോൺസ് കിട്ടി, ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് കിട്ടി എന്ന് പറയും. എന്തൊക്കെ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല, സാങ്കേതിക ഉപകരണങ്ങൾ കിട്ടി എന്ന് പറയുന്നു. സാങ്കേതിക ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ബോംബുണ്ടാക്കാനുള്ള സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ കിട്ടി. പിന്നെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും നിരന്തരം ഫോൺ വിളി നടത്തേണ്ട രേഖകൾ കിട്ടി എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ഒരാൾ സുരക്ഷിതമായിട്ട് എവിടെ ഉണ്ടായിരുന്നു? കാസർഗോഡ് ഉണ്ടായിരുന്നു. സുഖമായിട്ട് അവിടെ അയാൾ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ വേഷത്തിൽ കഴിയുകയാണ്. അപ്പോൾ ഇയാൾ ഫർഹാൻ ഇറാഖ് എന്ന് പറയും ABT ഇതിൻ്റെ ഈ അൻസറുള്ള ബംഗ്ലാ ടീമിൻ്റെ തലവൻ്റെ പേര് ജസിമുദ്ദീൻ റഹ്മാനി എന്നാണ്. അയാളുടെ അനുയായിയായ ഫർഹാൻ ഇറാഖിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ചില ഓപ്പറേഷൻസ് വേണ്ടിയിട്ടാണ് ഈ ഷാപ്പ് ഷെയ്ഖ് കേരളത്തിൽ വന്നത്. ബാക്കി 2 പേരെ വെസ്റ്റ് ബംഗാളിലേക്ക് അയച്ചു. അൽ ഖ്വയ്ദയുടെ വിഭാഗമായ ABT 2 പേരെ വെസ്റ്റ് ബംഗാളിലേക്ക് അയച്ചു, 5 പേരെ ആസാമിലേക്ക് അയച്ചു, ഒരാളെ കേരളത്തിലേക്ക് വിട്ടു. അവരോട് ഏൽപ്പിച്ചിരുന്ന ജോലി ഇവിടെ അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലുകൾ നേരത്തെ ഉണ്ടായിരുന്നു, അത് വീണ്ടും ഒന്ന് ലൈവാക്കണം. എന്നിട്ട് ബംഗാൾ, ആസാം, കേരളം 3 സംസ്ഥാനങ്ങളിൽ ചില ഓപ്പറേഷൻസ് നടത്തണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആസാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആസാമിൽ ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെ വലിയ കലിപ്പുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ഹിമന്ത ബിശ്വ ഉരുക്ക് മുഷ്ടി കൊണ്ടാണ് തീവ്രവാദികളെ നേരിടുന്നത്. അദ്ദേഹം അനധികൃത മദ്രസകൾ മുഴുവൻ അങ്ങ് പൂട്ടി. തുറക്കാനൊന്നും പറ്റില്ല, പൂട്ടിയെന്ന് മാത്രമല്ല പലതും പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഉരുക്ക് മുഷ്ടി കൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടുകയാണ് ഹിമന്ത ബിശ്വ ആസാമിൽ. അതുകൊണ്ട് തന്നെ ആസാം മുഖ്യമന്ത്രി കരടാണ്. അപ്പോൾ ആസാമിൽ ചില ഓപ്പറേഷൻസ് നടത്തണം. എന്തായിരിക്കും ഓപ്പറേഷൻസ് നമുക്കറിയാമല്ലോ. വെസ്റ്റ് ബംഗാളിലേക്ക് 2 പേരെയാണ് വിട്ടിരിക്കുന്നത്. അവിടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്. ആ സ്ലീപ്പർ സെല്ലുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ലൈവാക്കുക.
കേരളത്തിലേക്ക് എന്തിനയച്ചു എന്ന് ചോദിച്ചാൽ കേരളത്തിലും അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇതിൻ്റെ കോർഡിനേഷൻ ഏറ്റെടുത്ത് നടത്തുക എന്നാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ആസാം പോലീസ് പറയുന്നത്. അപ്പം ഓപ്പറേഷൻ പ്രഹദ് എന്ന പേരിൽ അവർ ഈ 8 പേരെ പിടിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ 8 പേരും ഏറ്റവും ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ABTയുടെ അൻസറുള്ള ബംഗ്ലാ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായ 8 പേരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് നൂറുകണക്കിന് പോലീസുകാരും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പ്രഹത് ടീം, ഓപ്പറേഷൻ പ്രഹത് ടീം 3 സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഇവിടെ വന്നിട്ട് കാസർഗോഡ് പടന്നയിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയിരുന്നു. വിവരം കിട്ടാൻ വേണ്ടി ഇവർക്ക് ഈ പറയുന്ന 8 പേർക്ക്, അതായത് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ഒളിവിലിരുന്ന ഷാബ് ഷെയ്ഖിനെ ഉൾപ്പെടെ പിടികിട്ടാൻ വേണ്ടി വാണ്ടഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതാണ്. അത് രാജ്യത്തെ പലയിടത്തും ഭിത്തികളിലൊട്ടിച്ചു, പിന്നെ ചെയ്തു, TV കാണിച്ചു, പത്രങ്ങളിൽ പരസ്യം ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അയാളിവിടെ 1 മാസമായി കേരളത്തിലുണ്ടായിരുന്നു. ഇതെങ്ങനെ കേരളത്തിൽ ഇത് പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ അതിഥി തൊഴിലാളികളാണ്. ഇവിടെ ട്രെയിൻ വന്നിറങ്ങി എവിടെ വേണമെങ്കിലും പോകാം, ആർക്ക് എവിടെയും പോകാം, വഴി നിന്നാലും വിളിച്ച് നമ്മൾ പണി കൊടുക്കും. ആ ബംഗാളി എന്ന് പറഞ്ഞ് വിളിച്ച് അവന് ജോലി കൊടുക്കും. ഇവൻ ആരാണെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനവുമില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഒരു പ്രദേശത്തേക്ക് ആൾ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം, അവർ താമസിക്കുന്നിടത്ത് പരിശോധന ഉണ്ടാവും, അവർക്ക് വീട് കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു, ആരാണ് അവിടെ താമസിക്കുന്നത്, അവരുടെ ID കാർഡ് മേടിച്ച് വെക്കണം. വാടക കൊടുക്കുന്ന ആളാണെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നാൽ അവരുടെ ID കാർഡ് വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇങ്ങനെ ഒരുപാട് വെരിഫിക്കേഷൻസ് ഉണ്ട്. കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടത്താൻ പോയാൽ തന്നെ അപ്പോൾ പറയും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവേചനം കാട്ടുന്നു, അതിഥികളാണവർ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇവരെ സംരക്ഷിക്കാൻ പോകും. നമ്മുടെ നാട്ടിലെ CPMകാരും ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആളുകളുടെ സമുദായം നോക്കി സംരക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിവിടെ വന്നാൽ എന്താ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾ ഈ ഷാബ് ഷേഖ് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യക്കാരനല്ല, അയാൾ ബംഗ്ലാദേശിയായ അയാളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇയാൾക്ക് അവിടെ ജോലി കൊടുത്തു എന്ന് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളിയായിട്ട് ജോലി കൊടുക്കുകയും അയാൾക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സ് വരെ കൊടുത്തു. ഇയാളുടെ ID കാർഡ് കളക്ട് ചെയ്യുകയോ അത് പോലീസിൽ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ പോലീസിന് കൊടുത്തിരുന്നെങ്കിൽ, നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോലീസിന് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ആസാം പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരു പ്രതിയാണ് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ കേരള പോലീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് പറയുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ. ആർക്കും ഒരു കണക്കില്ല എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ഒരു ഏജൻസിക്കും, ഒരു സർക്കാർ ഏജൻസിക്കും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും പറയാൻ കഴിയാത്ത തരത്തിൽ വലിയ തോതിൽ ഓരോ ദിവസവും തീവണ്ടികളിൽ വന്നിറങ്ങുകയാണ്. അവർക്ക് ഇന്ത്യയിലെ പൗരന്മാരാണെങ്കിൽ അണ്ടർലൈനാണ്, അവർക്ക് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കാനും ജോലി എടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആര് വരുന്നു, ആരൊക്കെയാണ്, അവരെവിടെ താമസിക്കുന്നു എന്നറിയാനുള്ളൊരു മെക്കാനിസം വേണ്ടേ? ഇപ്പോൾ CPM ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ എനിക്കറിയാം പെരുമ്പാവൂർ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ ടൗണിലേക്ക് ശനി ഞായർ ദിവസങ്ങളിൽ പോകാൻ വയ്യ. അവിടുത്തെ തദ്ദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവിടെ ആ തെരുവുകളിൽ മുഴുവൻ മദ്യപിച്ച് കൂത്താടി നടക്കുന്ന ഒരു വലിയ കൂട്ടമാണ്. വലിയ ചന്ത പോലെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ. അവിടെ നാട്ടുകാർക്ക് ഇറങ്ങാൻ വയ്യ. ഇവർ മുഴുവൻ കള്ള് കുടിക്കുക, ബഹളം വെക്കുക, വേശ്യാവൃത്തി നടത്തുക പൊതുവിടങ്ങളിൽ. ഇങ്ങനെ വല്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു മെസ്സ് എന്ന് വെച്ചാൽ കുഴപ്പം അവിടെ പെരുമ്പാവൂർ സംഭവിക്കുന്നുണ്ട്. പലയിടത്തും ഇങ്ങനെ ഇവർ വലിയ തോതിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂട്ടക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ പണിക്ക് വിളിച്ചു, തർക്കമുണ്ടായി. അയാൾ എന്ത് ചെയ്തെന്നറിയോ? അന്യസംസ്ഥാന തൊഴിലാളി പണിക്ക് വിളിച്ച വീട്ടുടമസ്ഥനെ തലയടിച്ച് പൊട്ടിച്ചിട്ട് പോയി. പണ്ടൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളി പണിക്കൊക്കെ പിടിച്ചാൽ മലയാളിയെ പേടിച്ചൊക്കെ പണിയായിരുന്നു. ഇപ്പം അതില്ല. അവൻ തിരിച്ച് ഭരിക്കാൻ തുടങ്ങി. കാരണം അവന് സംഘബലമുണ്ട്. അവൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ 50-100 പേരും ആൾ കൂടും. അങ്ങനെ അവർ കേരളത്തിലെ ആളുകളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലുണ്ട്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു, കേരളത്തിലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ചില പ്രത്യേക തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ വരുന്നു. ഓരോ കിലോമീറ്റർ ഇടപെട്ട്. ചിലപ്പോൾ അത് പ്രത്യേകതരം സോഡകളായിരിക്കും, ചിലപ്പോൾ സുഗന്ധദ്രവ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകളായിരിക്കും. ഓരോ കിലോമീറ്ററിൽ ഓരോ കടയാണ്. ഇങ്ങനെ വരുന്നിടത്തൊക്കെ നിൽക്കുന്ന ആരാണെന്നറിയാം? അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ കടകളിലൊന്നും കാര്യമായ കച്ചവടമില്ല, എന്നാലും ഓരോ കടയും തുറന്ന് ഓരോ ആളുകളിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഇടപാടുകളാണ് എന്നുള്ള സംശയം പലരും പറയാറുണ്ട്. അതിന് ഒരാൾ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്കൊരു 5 കോടി രൂപ
തിരുവനന്തപുരത്ത് കാസർഗോഡൊക്കെ എത്തിക്കണം. റോഡിലൂടെ കൊണ്ടുപോയാൽ പിടിക്കുവേ, അല്ലേ? ഭയങ്കര റിസ്ക്കാണ് പൈസ അങ്ങനെ കൊണ്ടുപോകുന്നത്. ഹവാല പരിപാടി അത്ര എളുപ്പമല്ല, പിടിക്കാൻ ആളുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തിരുവനന്തപുരത്ത് കേരളം മുഴുവൻ ഇങ്ങനെ ഒരു തട്ടുകട സംവിധാനത്തിൻ്റെ ഒരു നെറ്റ്വർക്കുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് ചാലയിലക്കടയിൽ ഏൽപ്പിക്കുന്നു. ചാലയിലക്കടയിൽ നിന്ന് ഒരു ബൈക്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള അടുത്ത കടയിൽ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ഇടത്ത് കൈമാറി കേരളം മുഴുവൻ ഈ സാധനം വിതരണം ചെയ്യാൻ കൂടിപ്പോയ 8-10 മണിക്കൂർ മതി. 1 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ആലുവയിലുണ്ട്. ആലുവയിൽ നിന്ന് അടുത്ത ദേശത്തിരിക്കുന്ന ഒരു കടയിലേക്ക് എത്തിക്കുന്നു. 1.5 കിലോമീറ്ററേ ഉള്ളൂ, അല്ല 2 കിലോമീറ്റർ. ദേശത്ത് നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു. വളരെ പെട്ടെന്ന് എന്ത് സാധനവും കൈമാറാവുന്ന ഒരു ചെയിൻ നെറ്റ്വർക്ക് പോലെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് പോലീസിൽ ബന്ധപ്പെട്ട ഒരാളാണ്. ഇത്തരം ചില സാധ്യതകൾ ഇത്തരം നെറ്റ്വർക്കിനുണ്ടെന്ന് പറയുന്നു. അവിടെയൊക്കെ ഇരിക്കുന്ന ആരാണ്? എല്ലായിടത്തും അന്യസംസ്ഥാന തൊഴിലാളിയാണ്, അല്ലേ? ഏത് കടയിൽ കയറൂ അവിടെ ഇരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി. ഇവൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവരാരാണെന്നുള്ള അറിയുന്നില്ല. പിന്നെ ഈ ഹോട്ടലുകളിൽ വന്നിട്ട് ഇവർ പണിയെടുക്കുന്നുണ്ടല്ലോ, അല്ലേ? ഇവൻ്റെ നമ്മൾ ജ്യൂസ് അടിച്ചിരുന്നു. ഇവൻ്റെ കയ്യിലൊരു മുറിവുണ്ടെങ്കിലോ, ആ മുറിവ് ഒരു HIV ബാധിതനായ ഒരാളാണ്. മുറിവുള്ള കൈ കൊണ്ട് ഈ പാത്രം കഴുകുകയും ജ്യൂസ് അടിച്ച് തരികയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമോ HIV? അപ്പോൾ ഇവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പരിശോധിക്കാൻ ആളില്ല. എനിക്കറിയാം, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ, എനിക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിലുള്ള ആളുകൾ പോയിട്ട് ഒരു കടയിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പിറ്റേ ദിവസം ആളുകൾ മുഴുവൻ വയറിളക്കം വന്ന് കിടപ്പായിപ്പോയി. അപ്പോഴാണ് പറയുന്നത്, ഒരാൾ പറഞ്ഞത്, ഞാൻ അപ്പോഴേ കുടിക്കണമെന്ന് ഓർത്താണ്. ആ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഹിന്ദിക്കാരൻ്റെ കയ്യിലെ നഖത്തിൻ്റെയൊക്കെ നിറം കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, രാജ്യസുരക്ഷയെ ബാധിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ വലിയ തോതിൽ വരുന്നത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമില്ലാത്ത, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നതല്ല. രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോലീസ് ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ പ്രഹത് എന്ന പേരിൽ നടന്നത്. അതിൽ 5 പേരെ ബംഗാളിൽ നിന്നും 2 പേരെ ആസാമിൽ നിന്നും ഒരാളെ കേരളത്തിൽ നിന്നും പിടിച്ചു. അൻസറുള്ള ബംഗ്ലാ ടീമിൻ്റെ തലവനെ. എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യാത്തത്? കാരണം കേരളം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ സുരക്ഷിതമായ ഒരു ഒളിയിടമായി മാറിയിരിക്കുന്നു. ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് മുൻ DGP വിരമിച്ച ഉടനെ പറഞ്ഞതുൾപ്പെടെ നിരന്തരം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളെ ആകെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു തീവ്രവാദിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ, ഇവിടെ ചില ആളുകൾക്ക്, ഒരു മാധ്യമപ്രവർത്തകൻ മുമ്പ് പറഞ്ഞു ഓർക്കുന്നില്ലേ, ഇവരുടെ പലരുടെയും പ്രവർത്തികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളത് റിപ്പോർട്ട് ചെയ്യാത്തത്, നമ്മളത് പറഞ്ഞാൽ ഇവിടെ സംഘപരിവാരം വളരും. അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഒരു മാധ്യമ പ്രവർത്തക പ്രസംഗിക്കുന്നത് യൂട്യൂബിലുണ്ട്. അതുപോലെ ഇവിടുന്ന് കൊടും ഭീകരനെ പിടിച്ചുകൊണ്ട് പോകുന്നത് റിപ്പോർട്ട് ചെയ്യാതെ, അത് ഒരു സ്റ്റേറ്റ് പോലീസ് നടത്തിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവൻ നേരിട്ട് നേതൃത്വം നൽകി ഒരു കൊടും ഭീകരനെ ഇവിടെ നിന്ന് ഓപ്പറേഷൻ പ്രഹത് എന്ന് പേരിട്ട് പിടിച്ചുകൊണ്ട് പോയത് പോലും വാർത്തയാക്കാത്ത നമ്മുടെ മാധ്യമങ്ങൾ ഈ ഭീകരന്മാരെക്കാളും വലിയ ഭീകരപ്രവർത്തനം നടത്തുകയാണ്.